എഴുത്തിന്റെ ലോകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സമയമാണല്ലോ ഇപ്പൊ. അപ്പൊ തനുജ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ബിസിനസ് ആയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഇത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തനുജയുടെ നിലപാട് എങ്ങനെയാ കാര്യത്തിൽ? തനുജ പക്ഷേ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആയിരുന്നു അല്ലേ? ഇങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷേ അതിന്റെ പുറകിൽ ഒരു ചെറിയ പ്രണയമുണ്ട്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ അച്ഛന് കത്തെഴുതുകയായിരുന്നു വിവാഹം കഴിക്കണം. അങ്ങനെയായിരുന്നു അല്ലേ? സാധാരണ ഒരുവിധമുള്ള പ്രണയമൊക്കെ കല്യാണത്തോടെ തീരും. അല്ല, അത് എല്ലാ ജീവിതത്തിൽ നമ്മൾ അത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോ എപ്പോഴും ആദ്യം കല്യാണം കഴിച്ചപ്പോഴ് ആദ്യം പ്രണയിപ്പിച്ച അതേ ഒരു ഫീൽഡ് ജീവിത അവസാനം മരിക്കുന്നവരെ ഒന്നും പറ്റില്ല. എപ്പോഴൊക്കെയാണോ പ്രണയം നശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നത്, നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ അതിനെ നമ്മൾ തിരിച്ച് റിജനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റിംഗ് ആണ് ഇത്, പണത്തിന്റെ ആണെന്ന് പറഞ്ഞു. അത് ഉണ്ട്, പണത്തിന്റെ ആണെന്നും പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. നമ്മൾ ബാർട്ടർ സിസ്റ്റം ഉള്ള കാലത്ത് മുതൽ നമുക്ക് ഇവിടെ മാർക്കറ്റിംഗും ഉണ്ട്, നമുക്ക് അതിനകത്ത് പണത്തിന്റെ കാര്യങ്ങളും ഉണ്ട്. പണ്ട് കാലത്ത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാല് കാണാൻ വരുന്നവര് ഒരു കുട്ടിക്കുറ പൗഡറും അല്ലെങ്കിൽ ഒരു പിയേഴ്സ് സോപ്പും ആയിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷെ അത് കൊണ്ടുവന്നില്ലെങ്കിൽ ചിലവരിരുന്ന് പറയുന്ന, ചില അമ്മമാരിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പം നമ്മളിത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അപ്പൊ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒന്ന് കുഞ്ഞിന് കൊണ്ടുവരില്ലായിരുന്നു? അപ്പം അതും ഒരു മാർക്കറ്റിംഗ് ആണ്. അത് ഈ സംസ്കാരത്തിൽ കൂടി ഇത്തരം മാർക്കറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ കടത്തി വിടുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്നും ഈ പ്രണയ ദിനത്തിലും ഈ പരസ്പരം ഇത് ശരിക്കും പറഞ്ഞാൽ 7 ദിവസം ഉണ്ടെന്നാ പറയുന്നത്. 7 തീയതി മുതൽ 14 തീയതി വരെ. അപ്പൊ ആദ്യത്തെ ദിവസം ഫ്ലവർ ഡേ, ഒരു ദിവസമേ ഉള്ളായിരുന്നു. ഫ്ലവർ ഡേ, പിന്നെ അങ്ങനെ പല ഡേകളായിട്ട് അത് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് വാലന്റൈൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.